കരളിയിലൊരു കിളി കൊഞ്ചി പാടി നേരം തകതിന്തിമിയാടി ഇമകളെന്തു ഭംഗി നിന്റെ കവിളിലെന്തു കാന്തി തക്കുടുവോ അച്ഛൻ മുത്തര് എന്നോട് ചെയ്യുന്നേ ആണോ അച്ഛ പനിക്ക് പോട്ടെ അച്ഛ മുട്ട് കുറച്ചുകൂടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ 4 കാല കണ്ണും കാണൂല ഒന്നും കാണൂല അന്നേരം തക്കടുമില്ല മുട്ടുമില്ല. എടോ നീ ഇങ്ങനെ പറയണ്ട, ഞാൻ ഇന്ന് മുതൽ നന്നാവാൻ തീരുമാനിച്ചു. ഇത് കൊറേ കാലായി ഞാൻ എപ്പം പറയുന്ന പോലെ അല്ല. ഞാനിതാ ഇന്ന് മുതൽ നമ്മളെ മോനാണ് സത്യം. ഇന്ന് മുതൽ ഞാൻ നന്നായി. ഇനി ഞാൻ കുടിക്കുകയില്ല, ഒന്നും ആക്കൂല. പോവായിരുന്നു പിന്നല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാന് ഒരു മീൻ കച്ചവടം തുടങ്ങിയാലോ എന്ന് ചോദിക്കുക. അതിന് കുറച്ച് പൈസ വേണം. തൽക്കാലം എന്റെ പൊന്നിയാൻ എടുത്താലോ ജയില്. ഇതോ ആകെ ഇതേ ഉള്ളൂ. എന്തേലും പെട്ടെന്ന് ഒരു ആശുപത്രി കാര്യം എന്തേലും വന്നു കഴിഞ്ഞിട്ടുണ്ട് എടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന, ബാക്കിയെല്ലാം നിങ്ങൾ കുടിച്ച് നശിപ്പിച്ച്. അത് പറഞ്ഞിട്ട് ഞാനിപ്പോ എന്താ വെച്ചാൽ ഇപ്പം പോകുന്ന പണിക്ക് പോയാലോ എന്തെങ്കിലും ഒരു കിട്ടുന്നില്ല. അതുകൊണ്ടാ എനിക്ക് തീരെ വിശ്വാസമില്ല. ഞാൻ തരൂല. മോനെ ഒന്ന് അമ്മേനോട് പറ ഒന്ന് കൊടുക്കാൻ പറ. ഞാൻ തരൂല. ഞാൻ പിന്നെ എന്താ പറയാ, ഒരു വണ്ടിയും വാങ്ങട്ടെ, പെട്ടിയെല്ലാം വാങ്ങി നാളെ മുതൽ മീൻ റെഡിയാക്കാം. നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുവാ? കുറച്ച് കഴിയുമ്പോ നിറം മാറി വരുവാ. നിറം മാറൂല. ഞാൻ സത്യം, ഞാൻ നമ്മളെ മോനാണ് സത്യം. അല്ല എന്നോട് പറയുന്നേ. നിങ്ങളെ വിശ്വസിച്ച് ഞാൻ തരുന്ന ആകെയുള്ള ഒരു ഇതാ. കുടു ഇഷ്ടപ്പെട്ട ഒരു ടാറ്റാ ടാറ്റാ ടാറ്റ പറ. ടാറ്റാ. തക്കുടിന് വരുമ്പോ അച്ഛൻ എന്താ കൊണ്ടേ എന്റെ മുത്തയ്യ കേട്ടാ. ബായ് ഉമ്മ. തക്കടുവിന് ഇന്ന് അച്ഛൻ വരുമ്പോ മുട്ടായി എല്ലാം കൊണ്ട് തരുമല്ലോ, ഫ്രൂട്ട്സ് എല്ലാം കൊണ്ട് തരുമല്ലോ. അമ്മ വീണാനിപ്പോ. തക്കടോ അച്ഛൻ ഇന്നും പറ്റിച്ചു നമ്മളേട്ടാ. എന്തെന്നാ പ്രജീഷേട്ടാ ഈ കാണുന്നേ? എന്തെന്നാ പ്രജീഷേട്ടാ ഈ കാണുന്നേ? നിങ്ങൾ എന്റെ രാവിലെ സ്വർണവും മേടിച്ചു പോയപ്പോ എന്തെന്നാ പറഞ്ഞേ? നാളെ ഒരു പുതിയ ജോലി ആരംഭിക്കുന്ന, അതിന് വേണ്ടി പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്റെ അടുത്ത് സ്വർണം മേടിച്ചിട്ട് പോയെ? എന്നിട്ട് അതിന്റെ സ്വർണ്ണം എവിടെ, പൈസ എവിടെ പ്രജീഷേട്ടാ? എന്തെന്നാ ഇങ്ങനെ കള്ളു കുടിച്ച് നശിക്കുന്ന? എന്തിനാ പ്രജീഷേട്ടാ? എത്ര പറഞ്ഞിട്ട് ആ മോന്റെ തല തൊട്ട് സത്യം ചെയ്തല്ലേ നിങ്ങള്? കൊടുക്കൂലെന്നെല്ലാം പറഞ്ഞല്ലേ പ്രജീഷേട്ടാ? നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ ആ സ്വർണ്ണം? എന്നാ പ്രജീഷേട്ടാ, പ്രജീഷേട്ടാ സ്വർണ്ണം എവിടെ പ്രജീഷേട്ടാ? ആകെയുള്ള ഒരു സ്വർണ്ണം എന്തെല്ലാം ഒരു ആവശ്യം പ്രജീഷേട്ടാ? എന്തിനാ ഇങ്ങനെയാന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ പ്രജീഷേട്ടാ. കല്യാണത്തിന് മുമ്പ് എന്തൊരു സ്നേഹമായിരുന്നു. അത് വിശ്വസിച്ച് ഇറങ്ങി വന്നല്ല എന്റെ അമ്മേനെ അച്ഛനെല്ലാം വിട്ടിട്ട് പഠിച്ചൊന്ന് ആവെന്ന് പറഞ്ഞതാ. എന്നിട്ട് അതൊന്നും കേൾക്കാണ്ട് അവരെ ഉപേക്ഷിച്ച് ഇറങ്ങി വന്നതിന് ദൈവം തന്ന ശിക്ഷയായത്. പ്രജീഷേട്ടാ